ചിരിക്കല്ലേ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. പറഞ്ഞില്ലേ എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടാക്കാൻ. സ്റ്റുഡിയോ അതെ താൻ കുടിച്ചിട്ടോ? സത്യം പോടോ. ഞാൻ കുടിച്ചിട്ടില്ല. താൻ കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സ്റ്റുഡിയോ കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല. താൻ വെറും ഫിറ്റ് അല്ലടോ. തന്റെ അന്നം മുടങ്ങണം, തന്റെ അന്നം മുടങ്ങണം എനിക്ക് വേണ്ടത്. താൻ കുടിച്ചാണ് വണ്ടി ഓടിക്കണത്, അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ റീച്ചില്ല. ബസ്സിൽ പോയിട്ട് വീട് എടുക്കാൻ വെച്ചാൽ പക്ഷെ പലരും പിടിക്കരുത്. അപ്പൊ ഓട്ടോസിൽ വന്ന് എടുക്കാൻ വെച്ചു. സാധാരണക്കാരൻ എനിക്ക് കയറാൻ പറ്റുള്ളൂ. താൻ എന്ത് വിചാരിച്ചാ എന്നെ കുറിച്ച്? എനിക്ക് പണ്ടത്തെ റീച്ചിലെ ഡിമാൻഡ് ഇല്ല. ഞാൻ ആകെ തളർന്നെനിക്ക്. അതെ അതെ, എന്റെ പേര് അറിയാലോ. അങ്ങനെ ആക്കില്ലേ? ശരിയോ? തന്റെ അണ്ണൻ ഞാൻ മുടക്കിന്റെ ബാക്കി കയറുള്ളൂ. എന്റെ റീച്ച് പോയ റീച്ച് മൊത്തം ഞാൻ തിരിച്ചു പിടിക്കും. ഞാൻ ചിരിച്ചു പോയനെ. ചേട്ടനാണോ മറ്റേ കള്ളുടിച്ച് ഓട്ടോ എടുക്കുന്ന ആള്? ഓനെ ഈ കാരണം എന്റെ എല്ലാ ഓട്ടങ്ങളും ഇല്ലാണ്ടാവണ്. എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു. എനിക്ക് അറിയത്തില്ല. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.